നിലവിലുള്ളതാണോ എന്ന് അറിയാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നു. യൂട്യൂബർ ജുനൈദ് എന്ന് പറയുന്ന യൂട്യൂബർ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വാർത്ത ശരിയാണോ? മരിച്ചു എന്നറിയാം. അവരെ ബന്ധുക്കളാരും കൂടെ എത്തിയിട്ടൊന്നുമില്ല. മരണപ്പെട്ടു ഉറപ്പാണല്ലേ? എന്താണ് എങ്ങനെയാണ് മരണപ്പെട്ടത്? അറിയില്ല. അവര് നമുക്കിപ്പോ അവിടുന്ന് മറ്റു കോളേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ വേറെ ഇൻഫർമേഷൻ കിട്ടിയിട്ട്. ജുനൈദാണ് നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ജുനൈദാണെന്നുള്ളത് കൺഫേം ചെയ്തു അല്ലേ? അത് എനിക്കല്ലേ. ജുനൈദ് പറഞ്ഞ ആളാണ്. യൂട്യൂബർ ആണോ എന്താണെന്ന് അറിയില്ല. യൂട്യൂബർ അയാള് ജുനൈദ് ആണോ? ആണ്. യൂട്യൂബർ ആണല്ലേ? അതായത് ഇതിന്റെ ഇടയ്ക്ക് ഒരു കേസൊക്കെ വന്ന അതേ ആളല്ലേ? എങ്ങനെ? ഇതിന്റെ ഇടയ്ക്ക് ഒരു കേസ് വന്നില്ല, ഒരു ഓക്കെ. അപ്പോൾ കാരണം കിട്ടിയിട്ടില്ല അല്ലേ? കഴിഞ്ഞ മാർച്ച് 1 സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് ജുനൈദിനെ ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വാഹനാപകടത്തിൽ ജുനൈദ് മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. മഞ്ചേരി മരത്താണിയിൽ വെച്ചാണ് അപകടമുണ്ടായിട്ടുള്ളത്. ആദ്യമായി ബസ് ജീവനക്കാരാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജുനൈദിനെ കണ്ടെത്തിയത്. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ പിടിയിലായ ജുനൈദിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും യൂട്യൂബിലും സജീവമായി പ്രവർത്തിക്കുന്ന ജുനൈദ് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വ്യക്തി തന്നെയായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയോട് കൂടിയാണ് സംഭവം നടക്കുന്നത്. മഞ്ചേരി മരത്താണിയിൽ വെച്ച് ജുനൈദ് സഞ്ചരിച്ച ബൈക്ക് മൻകൂനയിൽ തട്ടിച്ചെരിഞ്ഞ് ഉണ്ടായ അപകടത്തിലാണ് ജുനൈദിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. റോഡരികിൽ രക്തം വാർന്നു കിടക്കുന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യമായി കണ്ടെത്തുന്നത്. തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള വാർത്തയാണ് പിന്നാലെ പുറത്തു വന്നത്. അപകടത്തിൽ ജുനൈദിൻ്റെ തലയുടെ പിൻഭാഗത്താണ് ക്ഷതമേറ്റത് എന്നും അറിയാൻ സാധിച്ചു. ഇൻസ്റ്റഗ്രാമിൽ പാട്ടിൻ്റെ വരികൾക്ക് ഡാൻസ് കളിച്ച് ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധേയനായ ജുനൈദിൻ്റെ മരണം സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഈയിടയ്ക്ക് ഉണ്ടായ കേസിൽ മീഡിയ വഴി തന്നെ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് ജുനൈദ് കഴിഞ്ഞ മാർച്ച് 1 അറസ്റ്റിലാകുന്നത്. ഇതിനുശേഷം ജുനൈദ് താൻ നിരപരാധിയാണെന്നും കാര്യങ്ങൾ വ്യക്തമാവാതെ പ്രചാരണങ്ങൾ ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ടുള്ള ജുനൈദിൻ്റെ വീഡിയോയും വൈറലായിരുന്നു. ശരിയാണോ സംഭവം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമാണോ, ഇതൊന്നും തിരിച്ചറിയാതെ ഇത് നിലവിലുള്ളതാണോ ഒന്നും അറിയാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ സംഭവത്തിൽ ചെറുതായിട്ടുണ്ടായ തെറ്റിദ്ധാരന്റെ പേരിൽ മാത്രമാണ്, അല്ല വേറൊന്നുമല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കില്ലല്ലോ.